ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് തരണമേ എന്ന ഒരു ധ്യാന ചിന്തകളിലാണ് നമ്മളിപ്പോഴും. അതിൻ്റെ മൂന്നാം ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. പുനരൈക്യത്തിനു വേണ്ടി, കുരിശിൻ്റെ പുനരൈക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ താഴ്വരകളെയും മലകളെയും കുന്നുകളെയും പരുപരുത്ത തലങ്ങളെയും ഒക്കെ കാണാൻ ഈ സങ്കീർത്തനം നമ്മളെ സഹായിക്കും. ഒരു നല്ല വചനപരമായ ധ്യാനം നടത്താൻ ഇത് നമ്മെ സഹായിക്കും. അതിൻ്റെ ഒരു കോർ സെൻറ്റൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് സങ്കീർത്തനത്തിൻ്റെ 51-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് നൽകണമേ, ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പം എങ്ങനെയാണ് ഈ സന്തോഷം നമ്മിൽ നിന്ന് കുറഞ്ഞു പോകുന്നത്, അത് എങ്ങനെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ 5 തലങ്ങളെപ്പറ്റി ഈ സങ്കീർത്തനകാരകൻ നമ്മളോട് പറയുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗം ഒരുപക്ഷെ നമ്മൾ വെടിപ്പ് ഇല്ലാതെയായിരുന്നായിരിക്കാം, നമ്മളൊരു ഡർട്ടി ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്നെ കഴുകണമേ, ജസ്റ്റ് ബി ക്ലീൻ, ബി ക്ലീൻ. ആ സന്തോഷം തിരിച്ചു വരും. ആ പിതാവ് പറയും, ആത്മാവിൻ്റെ ഒരു കുളി, ആ ഒരു കുളിയിൽ മാറാനുള്ള വിഷമങ്ങളും വെടിപ്പുകേടുകളും ഒക്കെ ചിലപ്പോൾ നമുക്കുള്ളൂ എന്ന് അദ്ദേഹം വളരെ സരളമായിട്ട് പറയും. എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ നിർമ്മലനാകും. ചിലർക്കൊക്കെ അത് മതി. ചിലർക്ക് അങ്ങനെ വെടിപ്പുണ്ടെങ്കിൽ പോലും ഉള്ളിൽ ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു കഠിനത അങ്ങനെ നിലനിൽക്കാം. അതുകൊണ്ടാണ് എസെക്കിയേലിനോട് ദൈവം പറയുന്നത്, അവരുടെ മുകളിൽ ഞാൻ ശുദ്ധജലത്തെ ഒഴുക്കി അവരെ ഞാൻ എല്ലാ അശുദ്ധിയിൽ നിന്ന് പുറത്താക്കും. പിന്നീട് അവരുടെ ആ കല്ലുപോലെയുള്ള ഹൃദയത്തെ മാറ്റി ഞാൻ അവർക്ക് മാംസളമായ ഒരു ഹൃദയം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ അത് നമ്മൾ പരസ്പരം ഒന്നും പറയാതെ ഒന്ന് സ്നേഹത്തോടു കൂടിയൊക്കെ ഒന്ന് സംസാരിക്കുക, അതൊക്കെ പുനരൈക്യത്തിലേക്ക് നമ്മളെ നയിക്കില്ലേ. അപ്പോൾ രണ്ടാമതായിട്ട് പറയും, എന്നെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കണമേ, തൃപ്തരാക്കണമേ, ലെറ്റ് മീ ഹിയർ ജോയ് ആൻഡ് ഗ്ലാഡ്നെസ്. അത് രണ്ടാമത്തെ തലമായിട്ട് നമ്മൾ കണ്ടു. മൂന്നാമത്തെ തലമായിട്ട് നമ്മൾ കണ്ടത്, ഇതൊക്കെ നല്ല നല്ല വൃത്തിയും വെടുപ്പുള്ളവരാണ്, നല്ല സംഭാഷണങ്ങളുള്ള വചനാധിഷ്ഠിത ജീവിതം നയിക്കുന്ന, കൗതാശികമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ വീണ്ടും മ്ലാനത അല്ലെങ്കിൽ ആ ഒരു വിഷാദം ഒക്കെ കയറി വരുന്നു. അവരുടെ ജീവിതത്തിൽ അല്പം കൂടി ആഴത്തിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കണം. അവിടെ ഒരു മായ്ച്ചു കളയലിൻ്റെ ആവശ്യകതയുണ്ട്. അവരുടെ ഇന്നലകൾ അവരുടെ ഇന്നിനെ വേണമെങ്കിൽ നശിപ്പിക്കാം. അവർക്ക് ഭൂതം പിടിച്ചിട്ടുണ്ടെന്ന് പറയും. 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, അല്ലെങ്കിൽ 40 വർഷം മുമ്പ് ഞങ്ങൾ കല്യാണം കഴിച്ചു വന്ന വർഷത്തിലെ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ഭാഷകൾ, അത് അന്നല്ലേ. ഇന്ന് എന്താ പ്രോബ്ലം, ഇന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പ്രോബ്ലങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെയുടെ ഭൂതം പിടിച്ചിട്ടുണ്ട്. ഇന്നലെയുടെ ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതൽ പുനരൈക്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. ചിലർ എന്നോട് വീണ്ടും പറയാറുണ്ട്, പുനരൈക്യപ്പെടാൻ കഴിയാതെ സാവകാശം വേണം, ആ ഇപ്പോളിലേക്ക് കടക്കാൻ കഴിയാതെ ആ ഒരു സാവകാശം വേണം എന്ന് പറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ വേറൊരു തലം പറയാറുണ്ട്. അവർ പറയും, അച്ഛാ വെടിപ്പും വൃത്തിയൊക്കെ ഉണ്ട്, വളരെ ക്രിയേറ്റീവാണ്, എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്നു, വചനമൊക്കെ വായിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ഭൂതകാലങ്ങളെക്കുറിച്ചൊന്നും എനിക്കൊരു വിഷമമൊന്നുമില്ല, ഐ ഫീൽ സോ ഹാപ്പി, എൻ്റെ കുഞ്ഞുനാളിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിൻ്റെ തുടക്കങ്ങളെക്കുറിച്ച്, അങ്ങനെ എൻ്റെ ഇന്നലകളെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ വിഷമങ്ങളൊന്നുമില്ല. പക്ഷേ ഐ എം നോട്ട് ഫീലിംഗ് ദാറ്റ് ഹാപ്പി. ആരുമായിട്ടും ഒന്നിച്ചു പോകാനോ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയുടെ ആ ഒരു സന്തോഷത്തിലേക്ക് ഒന്നും എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. ഒറ്റപ്പെട്ട് നിൽക്കാനും മാറി നിൽക്കാനും ഒക്കെ തോന്നുന്നു. ഐ അഗ്രി വിത്ത് യു. നിങ്ങൾ ക്ലീൻ ആയിരുന്നാൽ പോലും ചിലരെ സംബന്ധിച്ച് ദാറ്റ്സ് ഫൈൻ. പക്ഷെ ചില വ്യക്തികളെ സംബന്ധിച്ച് ആ ഒരു വെടിപ്പാക്കുന്നതിലോ നല്ല കാര്യങ്ങൾ കേൾക്കുന്നതിലോ ഇന്നലകളിൽ നിന്ന് വിടുതലോ ഒന്നും ഇന്നത്തെ പുനരൈക്യത്തിലേക്കോ കൂട്ടായ്മയിലേക്കോ ഒന്നും അവരെ കൊണ്ടുവരണമെന്നില്ല. അവർ അധപതിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ അവർ വിമുഖരായിരിക്കുന്നതും വേറൊരു തലത്തിൽ നിന്നാണ്.
ആ തലത്തെക്കുറിച്ച് സങ്കീർത്തകൻ 10-ാം വാക്യത്തിൽ പറയും, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട് ആൻഡ് പുട്ട് എ റൈറ്റ് സ്പിരിറ്റ് വിതിൻ ഇറ്റ്. അതാണ് എസെക്കിയേലിൽ നമ്മൾ കാണുന്ന ആ ഒരു അവസ്ഥാന്തരം. അവരെ ശുദ്ധജലം തെളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ അവരുടെ കല്ലുപോലെയുള്ള ഹൃദയങ്ങൾ, ആ ഹൃദയത്തെ മാറ്റി മാംസളമായ ഹൃദയം കൊടുക്കും. എൻ്റെ ആ നവചൈതന്യം അല്ലെങ്കിൽ എൻ്റെ നിയമങ്ങൾ ഞാൻ ആ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ us. നമ്മൾ ഒത്തിരി സ്വാർത്ഥരായിട്ട് പോകുമ്പോൾ എന്തിനാ ജീവിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എ മീനിങ്, വാല്യൂ സിസ്റ്റം ഓഫ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്തിനാ ജീവിക്കുന്നത്? തല്ലുകൂടാൻ, ബഹളം ഉണ്ടാക്കാൻ, മറ്റുള്ളവനെ തോൽപ്പിക്കാൻ, പഠിപ്പിക്കാൻ, 8ന്റെ പണി കൊടുക്കാൻ. എന്തിനാ ജീവിക്കുന്നത്? എന്തിനാ എൻ്റെ ഹൃദയത്തെ ഞാൻ നിർമ്മലമാക്കുന്നത്? എന്തിനാ എൻ്റെ താഴ്വരകളിലേക്ക് യേശുവിനെ കൊണ്ടുപോയി അതിലുള്ള വേദനകളൊക്കെ മാറ്റിക്കൊടുക്കുന്നത്? എന്തിനാ എൻ്റെ വളഞ്ഞ വഴികളെ ഞാൻ നേരെയാക്കുന്നത്? വളഞ്ഞ വഴിയിൽ എന്നെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ലാഭമല്ലേ? എൻ്റെ പരുപരുത്ത സ്വഭാവത്തെ മാറ്റി ഞാൻ എന്തിനാ നിർമ്മലനാകുന്നത്, മൃദുലനാകുന്നത്, വളരെ എളിമയോടുകൂടിയൊക്കെ സംസാരിക്കുന്നത്? വൈ ഷുഡ് ഐ? അപ്പൊ ഹൃദയത്തിന്റെ ക്ലെനിനെസ്. ഇപ്പൊ ചിലർ കുമ്പസാരിക്കുന്നു, പള്ളിയിലൊക്കെ പോകുന്നു, പക്ഷെ വിഷാദരായിട്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു നവചൈതന്യമില്ല. എ റൈറ്റ് സ്പിരിറ്റ് എന്ന് പറയും. എ റൈറ്റ് സ്പിരിറ്റ്, ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പിതാവിനെ മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ഹൃദയത്തെ വെടിപ്പാക്കാൻ തുടങ്ങിയപ്പോൾ, നിർമ്മലമായൊരു ഹൃദയം ആകാൻ തുടങ്ങിയപ്പോൾ അതിൽ വെച്ച ആ നവചൈതന്യമാണ് പുനരൈക്യം. അതൊരു നിക്ഷേപമായിട്ട് അദ്ദേഹം അതിൽ വെക്കുന്നതാണ്. പുനരൈക്യപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റികളുടെ, കൂട്ടായ്മകളുടെ നല്ല ഹൃദയത്തിൻ്റെ ഉള്ളിലെ നവചൈതന്യമാണ് ഈ പുനരൈക്യം. ആ പിതാവ് തൻ്റെ സന്യാസത്തിൽ സ്ഫുടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഒരു നല്ല ഹൃദയം അദ്ദേഹത്തിൽ വളരാൻ തുടങ്ങിയപ്പോൾ, അത് വെറുതെ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം മുണ്ടമലയിൽ ഉണ്ടായിരുന്നു. മുണ്ടമലയിൽ സന്യാസത്തിൽ വളരുമ്പോൾ യാഗപശുവിനെ പോലെ സെപ്പറേറ്റ് ആയി വരികയും അതിനെ പുറത്ത് കെട്ടിയിടുകയും വ്രതത്രയങ്ങൾ കൊണ്ട് കുത്തിപ്പൊളിച്ച് തൻ്റെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധികളെ മാറ്റി ശുദ്ധമായിട്ടുള്ള ഹൃദയത്തെ സൃഷ്ടിച്ച് അവിടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാവിൻ്റെ മനസ്സിലേക്ക് ഈ 4ാമത്തെ തലം കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് സന്തോഷം തോന്നുന്നില്ല. ആ ധ്യാനത്തിൻ്റെ ആ ഒരു വലിയ പോസ്റ്റിൽ നിൽക്കുമ്പോൾ പോലും, ബദനി മെത്രാനായിട്ട് നിൽക്കുമ്പോൾ പോലും, തൻ്റെ ഹൃദയത്തിൽ, ആ ശുദ്ധിയുള്ള ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു നവചൈതന്യം വരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നിട്ട് നിക്ഷേപിക്കുന്ന നവചൈതന്യമാണ് പുനരൈക്യം. എന്തിനാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? എന്തിനാണ് ശുദ്ധിയുള്ള ഹൃദയത്തെ കിട്ടുന്നത്? അതിൽ ഒരു റൈറ്റ് സ്പിരിറ്റ് വരണം. ആ റൈറ്റ് സ്പിരിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം പിതാവിനെ ഗ്രസിക്കാൻ തുടങ്ങും. എന്താണ് എൻ്റെ മനസ്സിലുള്ള റൈറ്റ് സ്പിരിറ്റ്? അപ്പൊ സഭാഗാത്രം മുഴുവനും മുറിവും ചെലവും നിറഞ്ഞ് ഒരു സ്ഥലത്തും സമാധാനമില്ല എന്ന് പറയുമ്പോൾ പിതാവ് അവിടെ വെടിപ്പുള്ള മനുഷ്യരെ കണ്ടു, കുമ്പസാരിക്കുന്ന ആളുകളെ കണ്ടു, പരസ്പരം സ്നേഹത്തോടുകൂടി പങ്കുവയ്ക്കുന്ന സ്നേഹമുള്ള മുണ്ടംമലയിലെ കൂട്ടായ്മയെ കണ്ടു. പക്ഷെ പിതാവിൻ്റെ മനസ്സിൽ അപ്പൊ തോന്നി, എൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നില്ലല്ലോ, ആ വചനത്താൽ വരുന്ന എൻ്റെ സ്നേഹം പൂർണ്ണമാകുന്നില്ലല്ലോ. കാരണം വിളിച്ചവൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എൻ്റെ സന്തോഷം നിന്നിലേക്ക് വരുവാനും നിന്റെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. പിതാവിന് തോന്നാൻ തുടങ്ങി, എൻ്റെ ഹൃദയം അതിൽ വേദനയുണ്ട്. Then he was begin to search what is that right spirit. അദ്ദേഹത്തിൻ്റെ ഗിവൺ സിറ്റുവേഷനിൽ അദ്ദേഹത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വരുന്ന ആ ഒരു അചഞ്ചലമായ നവചൈതന്യമായിരുന്നു പുനരൈക്യം. ഇന്നും അത് തന്നെയായിരിക്കും. നിങ്ങൾ നിങ്ങളെ വെടിപ്പാക്കുകയും പരസ്പരം സംസാരിക്കാൻ ആഗ്രഹിക്കുകയും
നിങ്ങളുടെ ഇന്നലകളിൽ നിന്ന് നിങ്ങൾ വിടുതൽ മേടിക്കുകയും നിങ്ങളൊരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമയാകുകയും ചെയ്യുമ്പോൾ അതിൽ നിക്ഷേപിക്കപ്പെടേണ്ട ആ നവചൈതന്യം എന്തായിരിക്കണം? നിങ്ങളെല്ലാവരും അവിടെ നിന്ന് വിട്ടിട്ട് വല്ല മലയുടെ മുകളിലേക്ക് കയറിപ്പോകോ? അതിൽ വരുന്ന നവചൈതന്യമായിരിക്കണം അപരൻ്റെ കൈ പിടിക്കാനായിട്ട്, അപരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുന്നത്, ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരാം എന്ന് പറയുന്നത്. അതിനല്ലേ കുളിക്കുന്നത്, അതിനല്ലേ ആനന്ദവും സന്തോഷത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നത്, അതിനല്ലേ ഇന്നലകളിൽ നിന്ന് നമ്മൾ മാറി ഒരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമകളാകുന്നത്. പുനരൈക്യത്തിന് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പൊ പിതാവ് എന്നും പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ ചൈതന്യത്തിലേക്ക് കടക്കുന്ന പിതാവിനെ ആ സന്യാസത്തിലൂടെ തൻ്റെ ശുദ്ധി അന്ധകരണം അല്ലെങ്കിൽ ആ അന്ധകരണത്തിന്റെ ശുദ്ധിയില് പിതാവ് മനസ്സിലാക്കാണ്, എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ശുദ്ധീകരിച്ച് അത് അവിടെ ഒരു ഷോക്കേഴ്സിൽ വെക്കാനുള്ളതല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു നവചൈതന്യത്തെ നിക്ഷേപിക്കണം. അതാണ് പുനരൈക്യം. അതിനാ കുരിശിന്റെ ചോട്ടിലേക്ക് ചെന്ന് നിൽക്കണേ. കുരിശിൽ വരുന്ന പുനരൈക്യം അങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന നിക്ഷേപിക്കപ്പെടുന്ന ഒരു നവചൈതന്യമല്ലേ. They just don't know. Many of them don't know. പിന്നീട് അത് ബിസിനസ് ആണെന്ന് പലരും വിചാരിക്കുന്നു. അല്ലെങ്കിൽ ധ്യാന പ്രാർത്ഥനകളിലൊക്കെ ശേഷം ഒരു സുഖപ്പെടലുകൾ കഴിയുമ്പോൾ അത് അങ്ങനെ ആയിട്ട് പോകുക. ആ ഹൃദയത്തിൽ വന്ന നവചൈതന്യം എന്താണ്? വെരി ഡേഞ്ചറസ് തിങ്. കാരണം ഇന്ന് സഭയുടെ ഉള്ളിൽ പലപ്പോഴും ഈ നവചൈതന്യം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നവചൈതന്യം എന്ന വ്യത്യസ്തമായ മിനിസ്ട്രികളുടെയും അപ്പോസ്തലുകളുടെയും ഒക്കെ ഇടയില് ഒക്കെ എന്നിൽ വരുന്ന നവചൈതന്യമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാട്ടിക്കൂട്ടലുകൾ നടത്തുമ്പോൾ അതൊക്കെ വ്യക്തികള് അവരുടെ ഒരു സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാനുള്ള ധാർഷ്ട്യതയിലേക്കൊക്കെ അപജയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. സഭയുടെ ഉള്ളിലുള്ള സഭയെ ഒരു ക്ലീൻ ഹാർട്ടായിട്ട് കാണുകയാണെങ്കിൽ സഭയുടെ ആ അന്ധകരണത്തില് അല്ലെങ്കിൽ ആ ഹൃദയത്തിലുള്ള നവചൈതന്യം എന്താണ്? യൂണിറ്റി. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അച്ഛന്മാര് നമ്മളെ ശുദ്ധരാക്കുമ്പോ അല്ലെങ്കിൽ സന്യാസികൾ നമ്മളെ ശുദ്ധരാക്കുമ്പോ അല്ലെങ്കിൽ സഭ നമ്മുടെ വൈദിക വൃത്തിയിലൂടെ ഒരു സഭയെ നമ്മൾ വിശുദ്ധീകരിക്കുമ്പോൾ അതിനൊക്കെ ഒരു ശുദ്ധിയുള്ള ഹൃദയത്തെ കൊടുക്കുമ്പോൾ അതിലെന്താ നമ്മൾ നിക്ഷേപിക്കേണ്ടത്? നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ് കൂട്ടായ്മ. വേറെ എന്താണ് അതിൽ ചേർക്കണ്ടേ? ഞാൻ തിരിച്ചും മറിച്ചും ചിന്തിക്കുന്നു. ആ ഹൃദയത്തില് നിക്ഷേപിക്കേണ്ട നവചൈതന്യം വേറെ എന്തായിരിക്കണം? പുനരൈക്യമല്ലാതെ. പിന്നീട് ഞാൻ അതിനെ ഒരു മിഷൻ തിങ്കിങ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ ഒരു ദേശത്തേക്ക് ചെന്ന് ആ ദേശത്തിനെ വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ നിങ്ങൾ തുണി എടുക്കാൻ പഠിപ്പിച്ചോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ പഠിപ്പിച്ചോ അവരായിരിക്കുന്ന അവസ്ഥയെ ഒക്കെ വെടുപ്പാക്കിക്കോ, ഫൈൻ. അതൊക്കെ മിനിസ്ട്രികളല്ല എന്ന് ഞാൻ പറയുന്നില്ല. പിന്നീട് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോ, അവരെ വളരെ സന്തോഷഭരിതരാക്കുന്ന ദൈവ മക്കളുടെ ആ വലിയ മഹത്വത്തെ പറ്റി പറഞ്ഞു കൊടുത്തോ, ഐ ഫൈൻ. പിന്നീട് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവർ ഗ്രസിച്ചിരിക്കുന്ന ഭൂതങ്ങളെ, അത് ഒരു നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളോളം അവരെ പിടിച്ചിരിക്കുന്ന ഭൂതങ്ങളിൽ നിന്ന് അവർക്ക് വിടുതലെ കൊടുത്ത് അവരെ നിങ്ങൾ പൂർത്തിയാക്കുമ്പോൾ, അവർക്കൊരു നല്ല ഹൃദയത്തെ കൊടുക്കുമ്പോൾ നിങ്ങൾ ആ ഏരിയയിൽ നിക്ഷേപിക്കുന്ന നവചൈതന്യം എന്താണ്? തല്ലുകൂട്ടോ, ബഹളോ? അതാണ് പുനരൈക്യം. മനുഷ്യരായിട്ടും ദൈവവുമായിട്ടും പ്രകൃതിയായിട്ടും ഒന്നിച്ചു പോകുക എന്നുള്ളത്. അതിനെതിരെയുള്ള പഠനങ്ങളും ചിന്തകളും പ്രവൃത്തികളാണ് ഒരുപക്ഷെ സഭയെ ഇന്നത്തെ അവസ്ഥയിലേക്കും മ്ലേച്ഛതകൾ ഊറിക്കിടക്കുന്ന അടിത്തട്ടുകളായിട്ട് മാറ്റിക്കളയുന്നത്. യൂണിറ്റി എന്ന ആ ഒരു സാധനം പിതാവിനെ ഗ്രസിക്കാൻ തുടങ്ങി. കാരണം അത്രമാത്രം ശുദ്ധമായിരുന്നു ആ ഹൃദയം. അതിൽ നിക്ഷേപിക്കപ്പെട്ട ആ കൂട്ടായ്മയെ കാണുമ്പോൾ ആള് പറയും, സമുദായത്തെക്കുറിച്ച് ഞാൻ എന്ന വ്യക്തി മാത്രം വളർന്നാൽ പോരാ, എൻ്റെ സമുദായം അഭിവൃദ്ധിപ്പെടണം, എൻ്റെ സമുദായത്തിലേക്കും ആ യൂണിറ്റി കടന്നു വരണം എന്നുള്ള വലിയ ആഗ്രഹത്തിലേക്ക് പിതാവ് വളർന്നു. ആ നവചൈതന്യത്താൽ പൂർണ്ണമാകുന്ന പിതാവ് മുണ്ടമല ഇറങ്ങി വരികയാണ്. ആ ചൈതന്യത്താൽ നിറഞ്ഞിട്ട്, ബിക്കോസ് ദാറ്റ് സ്പിരിറ്റ് ബിഗിൻ ടു ഡ്രൈവ് ഹിം.
നമ്മൾ പലപ്പോഴും പറയും, ഡു യു ഹാവ് എ ഗോൾ ഇൻ യുവർ മൈൻഡ്? നീ വലിയ യു ആർ ഇൻട്രസ്റ്റഡ്, ബട്ട് ഡു യു ഹാവ് ഇറ്റ് ഇൻസൈഡ്? ഡു യു ഹാവ് എ റൈറ്റ് സ്പിരിറ്റ്, ആ മീനിങ് സിസ്റ്റം? വൈ, ഒരു ജീവിതത്തിന്റെ വൈ. Then if you have a why, then you will cope up with anyhow. വിക്ടർ ഫ്രാങ്ക്ലിൻ പറയുന്ന ആ ലോഗോതെറാപ്പി എന്ന് പറയുന്നതിൽ പറയും, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നിന്റെ ചിന്തകൾക്കുള്ളിൽ ഒരു എന്തുകൊണ്ട് അല്ലെങ്കിൽ ദാറ്റ് വൈ ഉണ്ടെങ്കിൽ നീ ഏത് ഹൗ എങ്ങനെയും പ്രതികരിക്കും, അല്ലെങ്കിൽ അതിനൊക്കെ നീ സർമൗണ്ട് ചെയ്യും. പിതാവിന്റെ ഉള്ളിലെ ആ വൈ ആയിരുന്നു പുനരൈക്യം. നമ്മൾ പുനരൈക്യപ്പെടണം. വേറൊന്നും ആ നിർമ്മലമായ അന്ധകരണത്തിന്റെ ഉള്ളിൽ വന്നില്ല. അതല്ലാതെ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി കുടിലതകളെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ നവചൈതന്യം കോർട്ട് കച്ചേരികളും അല്ലെങ്കിൽ നിയമത്തിൻ്റെ ഉള്ളിൽ ഒരു ലൂപ്പിനെ കണ്ടെത്തുക എന്ന് പറയുന്ന ചിന്തകളല്ല. നവചൈതന്യം അതിനെ ഒന്നിച്ചു നിർത്തുന്നതാണ്. അത് പിതാവിൽ നിറയാൻ തുടങ്ങി. അപ്പൊ കുരിശിന്റെ പുനരൈക്യം പിതാവില് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള തൻ്റെ ജീവിതത്തെ ഗ്രസിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറാൻ തുടങ്ങി. പക്ഷെ ഇവിടെ പിതാവിൻ്റെ ചിന്തകൾ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ വേറൊരു ചോദ്യം ചോദിക്കാം. അച്ഛാ, എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് ഞാൻ ഈ പുനരൈക്യത്തിന് വേണ്ടി അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിർത്തണം എന്നൊക്കെ തന്നെയാ അച്ഛാ എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഞാൻ ജീവിതം കൊടുത്തത്. ഈ ഒരു 50 കഴിഞ്ഞ അച്ഛന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജൂബിലി കഴിഞ്ഞ സിസ്റ്റർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ പ്രോബ്ലം ഞാൻ ഒത്തിരി മനസ്സിലാക്കുന്നു. പിന്നീട് ഫാമിലികളിലെ ദമ്പതിമാരോടൊക്കെ സംസാരിക്കുമ്പോഴും ഐ സീ ദിസ് പ്രോബ്ലം. കാരണം അവരിൽ നവചൈതന്യമൊക്കെ ഉണ്ട്, പക്ഷെ ദേ ഗ്രോ ഇൻ ടു അനദർ സ്റ്റേജ്. അതും പിതാവിലേക്ക് വരുന്നുണ്ട്. ഈ പോയിന്റിൽ പുനരൈക്യത്തിൻ്റെ ചിന്തകൾ നിന്ന് കഴിയുമ്പോൾ അടുത്ത പോയിന്റിൽ ആ സന്തോഷം വരാത്തതിൻ്റെ ഒരു കാരണം അതൊരു അമേസിങ് സ്റ്റേജാണ്. അത് പിന്നീട് ഇവാനിയൻ വഴി അവസാനിക്കുമ്പോൾ നിങ്ങളെ ഞാൻ ആ തലത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇറ്റ്സ് ആൻ അമേസിങ് ഏരിയ ഇൻ വിച്ച് വി ബിഗിൻ ടു കൺഫ്രണ്ട് ഗോഡ്. അപ്പോൾ വെടിപ്പുണ്ടെന്ന് തോന്നുന്നു, ഈ സന്തോഷവും ആനന്ദത്താൽ നിറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഭൂതങ്ങൾ അല്ലെങ്കിൽ നിന്നലകളൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഹാർട്ടാണ്. പിന്നെ അതിലൊരു നവചൈതന്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കണം, മിഷൻ ചെയ്യണം, ഒന്നിച്ചു കൊണ്ടുവരണം, അവർക്ക് വേണ്ടി മാത്രം ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത. പക്ഷെ കുറേ കഴിയുമ്പോൾ ഈ വ്യക്തികൾ പറയുന്നു, വി ആർ ബോർഡ്. അത് പൗരോഹിത്യ ജീവിതത്തിലാണ് ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ അതിലേക്ക് കയറി തുടങ്ങി. കാരണം ഒരു 50 കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തോന്നാൻ തുടങ്ങി. ചിലപ്പോൾ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഈ പരിപാടി. ഈ നവചൈതന്യം എന്നൊക്കെ പറയുന്നത്, ഓക്കെ അവരൊക്കെ ഒന്നിച്ചു, വില്ലേജുകളെ കൊണ്ടുവന്നു, കുറെ മിഷനുകൾ ചെയ്തു, അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചു. പക്ഷെ ദെൻ ഒറ്റയ്ക്കാവുമ്പോൾ എവിടെയൊക്കെയോ ഒരു 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 മ്ലാനത, എവിടെയൊക്കെയോ ഒരു വിഷാദം കയറി വരുന്നു. പിതാവ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാം. പിതാവ് ആ തലത്തിനെയാണ് ദൈവസമ്പാദനം എന്ന് പറയാം. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന തലം ദൈവസേവനത്തിൻ്റെതായിരുന്നു. ശുദ്ധീകരിക്കപ്പെടുന്നതും വചനപ്രഘോഷണം ചെയ്യുന്നതും അകൃത്യങ്ങളെ മാറ്റുന്ന ആ വിടുതൽ മിനിസ്ട്രികൾ ചെയ്യുന്നതും ഹൃദയത്തെ നിർമ്മലമാക്കി അതിൽ കൂട്ടായ്മയുടെ നവചൈതന്യത്തെ നിറയ്ക്കുന്നതൊക്കെ പിതാവിന് ദൈവസേവനമായിരുന്നു. ബട്ട് ഹി ബിഗിൻ ടു റിയലൈസ് ആൻ അനദർ ലെയർ. ദൈവസമ്പാദനമാണ് ശ്രേഷ്ഠം. ഹാവ് യു എവർ തോട്ട് ദാറ്റ് യു മിസ് ഗോഡ്? ഒരുപക്ഷെ നമ്മൾ പലരും ആ തലത്തിലേക്കൊന്നും വളരണമെന്നില്ല. പക്ഷേ ഇഫ് യു ആർ എ ഹാപ്പി ഫാമിലി, നിങ്ങളുടെ വീട്ടിൽ ഒരു കുറവുമില്ല, യു ആർ എൻ അമേസിങ് പേഴ്സൺ ആയിരുന്നു, 25-30 കൊല്ലം ആ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ വളർന്നു, ആൻഡ് എവ്രിതിങ് ഈസ് ഗ്രേറ്റ്ഫുൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ. ബട്ട് സ്റ്റിൽ യു ഫീൽ സംതിങ് മിസ്സിങ്. യു ആർ മിസ്സിങ് ഗോഡ്. 50 സുവർണ ജൂബിലി, ഗോൾഡൻ ജൂബിലി കഴിഞ്ഞ ഒരു സിസ്റ്റർ പറയുന്ന, അച്ഛാ ഐ എം നോട്ട് ഫീലിംഗ് ഹാപ്പി. ആ 50 വർഷത്തെ ധ്യാനങ്ങൾ, ആരാധനകൾ, റിക്കളക്ഷനുകൾ, കുമ്പസാരങ്ങൾ, കുർബാനകൾ, അതൊക്കെ ഉണ്ട് അച്ഛാ. ഐ വാസ് അമേസിംഗ്ലി കമ്മിറ്റഡ് പേഴ്സൺ. പക്ഷെ എനിക്കിപ്പോഴൊക്കെ തോന്നുന്നു, ഈസ് ദാറ്റ് ഓൾ? ഇത്രയൊക്കെ ഉള്ളൂ? തന്നെ ആസ്ക് ഹർ,
ഹാവ് യു എവർ തോട്ട് ദാറ്റ് യു മിസ് ഗോഡ്? അത് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നമ്മുടെ തല്ലുകൂട്ടങ്ങളുടെ ഇടയിൽ, നമ്മുടെ പ്രാർത്ഥനകളുടെ ഇടയിലൊക്കെ വി ജസ്റ്റ് ടേക്ക് ഫോർ ഗ്രാൻഡഡ് ദാറ്റ്. അപ്പോൾ അൺഈസിനെസ്സുകളും സമാധാനമില്ലായ്മയും ഒക്കെ നമ്മെ ക്രിപ്പ് ചെയ്യാം. കാരണം കുരിശിലെ പുനരൈക്യം നമ്മളെ ദൈവവുമായിട്ട് ഒന്നിപ്പിക്കുന്ന ഒരു കർമ്മമായിരുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അവനിൽ നമ്മൾ ദൈവവുമായി പുനരൈക്യപ്പെട്ടു, സമാധാനത്തിലാണ്. സോ വി വിൽ മിസ് ഗോഡ്. ആൻഡ് സങ്കീർത്തനക്കാരൻ വളരെ ഭംഗിയായിട്ട് അത് പറയാണ് 11-ാമത്തെ വചനത്തിൽ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയുമരുതേ. ഇവിടെ ആക്റ്റീവ് പുനരൈക്യം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു തലമുണ്ട്. ആ തലത്തിനെ കുറിച്ചും ചിന്തിക്കണം. പിന്നീട് നമ്മൾ കൂട്ടായ്മയിൽ എങ്ങനെയാണ് വളരുന്നതെന്ന് ചിന്തിക്കണം. അവിടെ ദൈവസമ്പാദനം എന്ന് പറയുന്ന ഒരു തലം പൊന്തി വരാൻ തുടങ്ങും. അത് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ഇങ്ങനെ എൻവലപ്പ് ചെയ്തുകൊണ്ട്, പെർമിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ സന്തോഷത്തിൻ്റെ, പുനരൈക്യത്തിൻ്റെ അമേസിങ് പീപ്പിളാക്കും. അതിലൊരു ചോദ്യം ചോദിക്കേണ്ടതാണ്, ഡു ഐ മിസ് മൈ ഗോഡ്? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പലപ്പോഴും ഞാൻ പിന്നീട് അച്ഛന്മാർക്ക് കഴിഞ്ഞ 2 വർഷമൊക്കെ ഇവാനിയൻ തിങ്കിങ്ങിൽ അച്ഛന്മാരോടൊക്കെ പറയുമ്പോൾ ഐ ആസ്ക്, നമ്മുടെ എല്ലാ പാരിഷ് വർക്കിൻ്റെ ഇടയിൽ ദൈവത്തിനെ അനുഭവിക്കാൻ, ആ ദൈവാനുഭവം എന്നത് സംക്രമിപ്പിക്കാൻ ഡു യു ഡു സംതിങ്? കുറേ പെരുന്നാളുകളും കുറേ കാര്യങ്ങളും നടത്തുന്നതിൻ്റെ ഒപ്പം ദൈവജനത്തിൻ്റെ ഉള്ളിലുള്ള ഈ ദാഹത്തെ, ദൈവസമ്പാദനം എന്ന ഈ ദാഹത്തെ ഡു യു റിയലി കൺഫ്രണ്ട് ആൻഡ് യു ഡു സംതിങ് അബൌട്ട് ഇറ്റ്? എനിക്ക് ചിലപ്പോഴൊക്കെ ഈ ലോകത്തിലെ തല്ലുകൂട്ടങ്ങളും ബഹളങ്ങളും കഷ്ടപ്പാടുകളും കാണുമ്പോൾ പലപ്പോഴും നോക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യർ, ആ പാരീഷും നല്ലത്, അവിടുത്തെ ബിഷപ്പും നല്ലത്, അവിടുത്തെ അച്ഛന്മാരും നല്ലത്, സിസ്റ്റേഴ്സ് ആണെങ്കിലോ പറയാൻ വേണ്ട, പ്രാർത്ഥിക്ക് മാത്രം ഇരിക്കണം സിസ്റ്റേഴ്സ്. കുടുംബത്തിലെ അമ്മമാരാണെങ്കിലോ ഉപവാസം, പ്രാർത്ഥനയും വചനപ്രഘോഷണവും മാത്രമായിട്ടിരിക്കുന്നവർ. പക്ഷെ ഇതിനൊക്കെ ചുഴ്ന്നു നിന്ന് ഒരു അൺഹാപ്പിനെസ്, കുട്ടികൾ നോട്ട് അത്ര അങ്ങോട്ട് സ്വസ്ഥരല്ലാത്ത പോലെ. ദേ നീഡ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ. പിതാവ് അത് ഹാർദവ പ്രാർത്ഥനയിലൂടെ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് പറയും, തമ്പുരാൻ അടിയാനെ സ്നേഹിക്കുന്നത് പോലെ അടിയാനും തിരിച്ച് തമ്പുരാനെ സ്നേഹിക്കാൻ തരപ്പെടുത്തി തരണമേ. എന്നിട്ട് കണ്ണിൽ ഒരു നനവോടുകൂടെ അത്രോണോസിൻ്റെ അടുത്ത് ചെന്നിരിക്കണം. വി ഷുഡ് സെർച്ച് യുവർ ഗോഡ്. എന്നാൽ മാത്രമേ പുനരൈക്യത്തെ താങ്ങി നിർത്തുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ, രക്ഷയുടെ സന്തോഷത്തെ വീണ്ടും എനിക്ക് നൽകണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അത് എങ്ങനെ താങ്ങാം? പലപ്പോഴും പുനരൈക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മിലുള്ള ദൈവദാഹം അല്ലെങ്കിൽ ദൈവസമ്പാദനത്തിൻ്റെ തലങ്ങൾ, പിന്നീട് നമ്മൾ ഇവാനിയൻ ധ്യാനത്തിൻ്റെ അവസാനങ്ങളിൽ ആ ദൈവസമ്പാദന തലങ്ങളിലേക്ക് കടന്ന് ധ്യാനിക്കുന്നതായിരിക്കും. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങുന്നു, നമ്മുടെ സഭയിൽ ഈ ദൈവസമ്പാദനം എന്ന പ്രക്രിയ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ബിക്കം മോർ ആൻഡ് മോർ യൂണിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലെൻസിങ്ങുകൾ, നീറ്റ് ആൻഡ് ക്ലീൻ ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അല്പം കൂടി ക്രമമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ നവചൈതന്യം ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലേക്കും കൂടി നമ്മളെ വളർത്തണ്ടേ. പിന്നീട് എവഞ്ച്വലി യേശു പറയുന്ന പോലെ ദാറ്റ് ദേ മേ ഓൾ ബി വൺ എന്ന് പറയുന്ന ഒരു തലത്തിലേക്കും കൂടിയാണ് ഈ കുരിശിലെ പുനരൈക്യം നമ്മളെ നീക്കുന്നത്. അത് വെറുതെ ആ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു അവിടെ നിലനിൽക്കുന്നില്ല. പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് നമ്മളെ ഒന്നാക്കിയില്ല, അതിനപ്പുറത്ത് ദൈവമക്കളാക്കുന്ന, ദൈവസന്നിധിയിൽ നമ്മളെ നിർത്തുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്ന ഒരു അഭൗമ്യമായ അല്ലെങ്കിൽ അലൗകികമായ ഒരു സ്നേഹതലം കൂടി അതിനെ ചുഴ്ന്നു നിൽക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം, എന്നുകൂടി പ്രാർത്ഥിക്കണം. അവസാനിപ്പിക്കുകയാണ് ഈ ചിന്തകൾ. അപ്പോൾ 13ാമത്തെ വാക്ക് കേൾക്കണേ. എന്ന് പറഞ്ഞാൽ 12ാം വാക്യത്തിൽ പറയുന്ന, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം വീണ്ടും എനിക്ക് തരണമേ, ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ.
അപ്പൊ 13-ാമത്തെ വചനം മിഷനാണ്. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങേ പക്കലേക്ക് തിരിച്ചു വരും. ദാറ്റ്സ് മിഷൻ, ക്ഷമ. അപ്പൊ നമ്മൾ പോവും. നമ്മളിൽ ഇത് നിറയുമ്പോൾ, ദൈവസമ്പാദന സ്നേഹം നിറയുമ്പോൾ നമുക്ക് പിന്നെ ഇരിക്കും ഉറപ്പിക്കില്ല. നമ്മുടെ മൂട്ടിൽ തീ വീണ പോലെയാവും. അപ്പം മുണ്ടമ്മലൊക്കെ വിട്ടിട്ട് ആ പിതാവ് ബും എന്ന് പറഞ്ഞ് താഴ്ത്തിക്ക് വരും, ഒരു ജനതയുടെ ഭാഗമാകാൻ. എന്നിട്ട് ആ അതിക്രമികളെ അവൻ്റെ വഴി പഠിപ്പിക്കും, പാപികൾ അവൻ്റെ പക്കലേക്ക് തിരിച്ചു വരും. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇവാനിയസ് ധ്യാനത്തിൻ്റെ ഒരു അന്തർധാര വീണ്ടും ഒരിക്കൽ കൂടി അവൻ്റെ ശബ്ദം ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. അപ്പോൾ ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്ത് ഇളക്കപ്പെടാൻ പാടില്ലാത്തതിനെ നിലനിർത്തുന്ന പുനരൈക്യത്തിൻ്റെ വലിയ ധ്വനികൾ എല്ലായിടത്തും കേൾക്കും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 5 തലങ്ങളെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേ. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വചനത്തിൽ പറയുന്നത്, ഏതവസ്ഥയിൽ നിന്നാണ് നീ അധപതിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് അനുദപിച്ച് ആദ്യ കർമ്മങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഏതവസ്ഥയിൽ നിന്നാണ് ഞാൻ അധപതിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പുനരൈക്യത്തിൻ്റെ ആ ഒരു ഫീല്, ആ ആനന്ദമൊക്കെ കുറഞ്ഞു പോയിരിക്കുന്നത്, അതൊരു പക്ഷേ അല്പം വൃത്തികേടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കാണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്നലകളുടെ ഭൂതങ്ങൾ എന്നെ പിടിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു നവചൈതന്യം, ആ ഒരു മീനിങ് സിസ്റ്റം, ഒരു വാല്യൂ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ചെറുപ്പം പിള്ളേരൊക്കെ ചിലപ്പോൾ പറയും, അച്ഛൻ എല്ലാം ഉണ്ട്, എന്നാലും എനിക്ക് അങ്ങോട്ട് ഒരു സന്തോഷം തോന്നണില്ല. മോനെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ റോൾ എന്താണെന്ന് നീ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതൊക്കെ 50-60 കഴിഞ്ഞ് വയസ്സായതിനു ശേഷം അച്ഛൻ ചിന്തിക്കുക. നീ പറയുന്ന ആ സന്തോഷത്തിലേക്ക് നിനക്ക് കടക്കാൻ പറ്റില്ല. ആ സന്തോഷത്തിലേക്ക് കടക്കാൻ ഇപ്പൊ എവറിത്തിങ് ഓക്കെ ആയിട്ട് നിനക്ക് തോന്നുകയാണ്, ബട്ട് യു ഫീൽ ആൻ അൺഈസിനെസ്, then you should search God. പല പുരോഹിതന്മാരും സന്യാസിതരും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്, അച്ഛാ ഐ ഗേവ് മൈ ലൈഫ്, ഐ ഗേവ് മൈ എൻറ്റയർ ലൈഫ്. എന്നിട്ട് ഈ നരകക്കുഴിയിൽ, ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ മാത്രം ജീവിക്കാനാണോ? പക്ഷെ ഈ നരകക്കുഴിയിൽ, ഈ കഷ്ടപ്പാടിന്റെ ഇടയിൽ ഡിഡ് യു സീക്ക് ഗോഡ്? എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ആ പുനരൈക്യത്തിന്റെ ആധാരമായ ദൈവ സമ്പാദനത്തെ കുറിച്ച് ചിന്തിച്ചോ? യു ഷുഡ് തിങ്ക് ദാറ്റ് സൈഡ് ഓൾസോ. സോ ഇവാനിയൻ വഴിയിലേക്ക് കിടക്കുമ്പോൾ ആ സന്യാസത്തിന്റെ ആത്മാവിലേക്കൊക്കെ നമ്മൾ അല്പം കൂടി ആഴത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ 5 തലങ്ങളെ കുറിച്ച് ധ്യാനിക്കുക. ഈ 5 തലങ്ങളിൽ പറയുന്ന പ്രാർത്ഥനകൾ, ദൈവമേ എന്നെ കഴുകണമേ, അല്ലെങ്കിൽ ദൈവമേ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ, അതല്ലെങ്കിൽ എൻ്റെ അകൃത്യങ്ങളൊക്കെ മാച്ചു കളയണമേ, അതല്ലെങ്കിൽ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ, അതല്ലെങ്കിൽ ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ഒരിക്കലും തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങ്. ചുമ്മാ പ്രാർത്ഥിക്കുന്നേ. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ എൻവലപ്പ് ചെയ്തുകൊണ്ട് ആ കുരിശിലെ പുനരൈക്യം നമ്മളെ പുളിപ്പിക്കും. നല്ല പുളിമാവ് പോലെ സ്വർഗരാജ്യത്തെ ദൈവം കാണിച്ചു തരുന്നതാണ്. ഒരു മാവെടുത്ത് കുഴച്ച് അതിലിത്തിരി പുളിമാവ് ചേർത്തതുപോലെ, അതുപോലെ കുരിശിലെ പുനരൈക്യം നമ്മെ പുനരൈക്യത്തിൽ പുളിപ്പിക്കും. അതുപോലെ ആക്കി വീർത്ത് നല്ല ഭംഗിയുള്ള ദൈവത്തിന് ഉപകാരപ്പെടുന്ന വലിയ മനുഷ്യരാക്കി നമ്മളെ മാറ്റും. നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളുടെ സ്ഥാപനങ്ങളും നിങ്ങളുടെ വ്യക്തിഗത ജീവിതമൊക്കെ ആ ദൈവ സമ്പാദനത്തിലെ, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വലിയ സ്നേഹത്തിലൊക്കെ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വലിയ പിതാവ് ഈ സങ്കീർത്തനം എത്ര പ്രാവശ്യം ജപിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. maybe thousands of times he might have recited and prayed. അദ്ദേഹത്തിൻ്റെ ആ വലിയ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ കുരിശിൻ്റെ ചുവട്ടിലെ പുനരൈക്യത്തിന് വേണ്ടി ദാഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും മേൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.